ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ആർ കെ ജൂനിയർ. ഇറ്റ്സ് മീ അഖിൽ. മക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് NMMS എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നടക്കേണ്ടത്? എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞ് ജസ്റ്റ് പാസ് ആവുക അല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. സ്കോളർഷിപ്പ് വേണ്ടേ? അപ്പൊ സ്കോളർഷിപ്പ് പോലത്തെ ഇങ്ങനത്തെ എക്സാമുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്രയും സൂപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്തെല്ലാമായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജീസ്? വിജയത്തിലേക്കുള്ള 3 പ്രധാനപ്പെട്ട വഴികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയിരിക്കണം. നമ്പർ 1, പാഠപുസ്തകങ്ങൾ നന്നായി വായിക്കുക. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും നമുക്ക് വേണ്ട. പാഠപുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കണം? 7ാം ക്ലാസ്സിലെ മുഴുവൻ ഭാഗങ്ങളും, അതേപോലെ 8ാം ക്ലാസ്സും. 7ഉം 8ഉം ആയിരിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് കാര്യം ഓരോരോ പോയിന്റ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോണേ. സമഗ്രമായ വായന എന്ന് വെച്ചാൽ സാറ്റ് വിഭാഗത്തിനായി 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും പ്രത്യേകിച്ച് ഫസ്റ്റ് ടേമിലെ സയൻസ്, സോഷ്യൽ, മാത്സ് പുസ്തകങ്ങൾ ഒരു വരി വിടാതെ കൃത്യമായിട്ട് വായിച്ച് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക, വായിച്ച് പഠിക്കുക. വേണ്ട കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കി വെക്കുക. സെക്കൻഡ് ടേമും പഠിക്കേണ്ടതല്ല, 2 ടേമും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. എന്നാലും ഫസ്റ്റ് ടൈമിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗം ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. നോട്ട് തയ്യാറാക്കി പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വായിച്ച് ഇങ്ങനെ പോകുന്നതിന് പകരം നിങ്ങൾ വായിക്കുന്ന പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയനഷ്ടമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് കവർ ചെയ്യാൻ നമുക്കത് ഹെൽപ്പ് ആകും. ഓക്കെ. പിന്നെ ചെയ്യേണ്ടത് സൂത്രവാക്യങ്ങൾ. ഈ നമ്മുടെ മാത്സിലൊക്കെ സബ്ജക്റ്റിൽ നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നോട്ട് ചെയ്ത് കൃത്യമാക്കി മാർക്ക് ചെയ്ത് വെക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി റൂമിൽ സൈഡിൽ എങ്ങനെയൊക്കെ കുറെ ഇക്വേഷൻസ് ഒക്കെ ഒട്ടിച്ചു വെച്ചാൽ ദിവസം നിങ്ങൾ അതിൽ കൂടെ നിങ്ങളുടെ കോൺടാക്ട് പോകുന്ന ഐ കോൺടാക്ട് വരുന്ന സമയത്ത് അറിയാതെ അത് ബ്രെയിനിൽ അങ്ങനെ കയറിക്കോളും. റെഡി? അപ്പൊ അങ്ങനെ ചെറിയ നോട്ട്സ് ആക്കി, ചെറിയ പോയിന്റ്സ് ആക്കി, ഇക്വേഷൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ഒരു പഠിത്തം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് മാറ്റ് ദിവസവും പരിശീലിക്കുക. നമുക്കറിയാം സ്റ്റാറ്റ് മാറ്റ് എന്ന് പറഞ്ഞ 2 പേപ്പർ ആണല്ലോ ഉള്ളത്. അതിൽ 90 മാർക്കിന് സ്റ്റാറ്റും 90 മാർക്കിന് എന്തുണ്ടാവും? മാറ്റും ഉണ്ടാവും. 2 ഭാഗത്തുണ്ടാവും. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യലും സയൻസും മാത്സും കൂടെ 90 മാർക്കാണ്. പക്ഷെ മാറ്റ് അങ്ങനെയല്ല. മാറ്റ് എന്ന് പറയുന്ന ആ സബ്ജക്ട്, ആ ടോപ്പിക്കിൽ നിന്ന് മാത്രം 90 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ടൈം ടേബിളില് മസ്റ്റ് ആയിട്ടും ദിവസവും ഒരു 15 ക്വസ്റ്റ്യൻ എങ്കിലും ദിവസവും മാറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. എക്സ്ട്രാ പുതിയത്, പണ്ട് പഠിച്ചത് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് പുറമെ പുതിയതായിട്ട് ഡെയിലി കുറഞ്ഞൊരു സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. നമുക്ക് നോക്കാം. ചോദ്യങ്ങൾ ആദ്യമായി കാണുമ്പോൾ നമുക്കറിയാം മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ, ഈ പാറ്റേൺ, സീരീസ് ക്വസ്റ്റ്യൻസ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക, ബന്ധം മനസ്സിലാക്കി, റിലേഷൻ മനസ്സിലാക്കി എഴുതുക, ബ്ലഡ് റിലേഷൻ, രക്തബന്ധങ്ങൾ, അങ്ങനത്തെ വെറൈറ്റി ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിക്കേണ്ട, ലോജിക് ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫസ്റ്റ് വായിക്കുന്ന സമയത്ത് പല ചോദ്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഒന്നും കൂടെ വായിക്കുക, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, കുറെ ടൈപ്പ് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകുന്നത്. അങ്ങനെ പോകണം. അതെങ്കിലേ നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ദിവസവും കുറഞ്ഞത് 10 to 15 ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പോയിന്റുകൾ, നമ്പർ സീരീസ്, അനലോഗി, മിറർ ഇമേജ്, പാറ്റേൺ, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമായതുകൊണ്ട് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. 90 മാർക്ക് ഒറ്റ പേപ്പർ ആണ്, മിസ്സാക്കരുത്. ഡെയിലി അതിനൊരു നിശ്ചിത സമയം മാറ്റി വെച്ച് പഠിക്കാം. മൂന്നാമത് നമ്മുടെ പോയിന്റ്, മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ കൂട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ. ഈ ചോദ്യ പേപ്പർ നിങ്ങൾ നോക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം എന്നറിയോ? ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി. സമയമില്ലാത്തൊരു പ്രശ്നം ഇത്തരം എക്സാമുകൾക്ക് വല്ലാതെ സംഭവിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ 5 വർഷത്തെ NMMSന്റെ ചോദ്യ പേപ്പർ നോക്കിയിട്ട് കറക്റ്റ് ടൈം വെച്ച് ചെയ്യാം. ഒരു എക്സാം ഹാളിൽ നിങ്ങൾ ഇരിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഓരോന്ന് എടുത്ത് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പഠിക്കാം. എന്നിട്ട് എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റി, എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എത്ര അറിയാത്തതുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ സമയം എല്ലാതും മിസ്സായ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ കവർ ചെയ്ത് ടൈമിനനുസരിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. രണ്ടാമത്തത് വേഗതയും കൃത്യതയും. ചോദ്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുന്നത് പരീക്ഷ ഹാളിൽ നിങ്ങളുടെ വേഗതയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു, പരീക്ഷ ചെയ്യുന്ന സമയത്ത് പോയിന്റ് നോക്കുക, ടൈം നോക്കുക, എത്ര എണ്ണം ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. ആ രീതിയിൽ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം.
പിന്നെ നിങ്ങൾ തന്നെ ഏതാണ് തെറ്റിയത്. ഈ തെറ്റ് വന്നാൽ സങ്കടപ്പെടുകയല്ല വേണ്ടത്, എവിടെ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി അത് തിരുത്തി പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ നമുക്ക് പ്രാക്ടീസോട് കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് NMMS ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ 3 പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഈ എക്സാമിന്റെ പാറ്റേൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്നാലും പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മാറ്റ്, സാറ്റ് എന്ന് പറഞ്ഞ് 2 ടൈപ്പാണ് ഉള്ളത്. അതിൽ മാറ്റിൽ നിന്ന് 90 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, സാറ്റിൽ നിന്നും 90 ഉണ്ടാവും. അതിൽ 35 സയൻസും 35 സോഷ്യലും 20 മാത്സും ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ എല്ലാം കൂടെ എത്രയാ 90 മാർക്കിന് ചോദിക്കും. 90 മിനിറ്റ് മൊത്തം 3 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും കഴിയുന്നതും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. സമയം ഉണ്ടാവും, അറിയുന്നതൊക്കെ വേഗം വേഗം ചെയ്തിട്ട് അവസാനത്തേക്ക് മറ്റേ ക്വസ്റ്റ്യൻസിന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കണം ചെയ്ത് കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യാം. സോ മക്കളെ, NMMS എക്സാം സ്കോളർഷിപ്പ് നമുക്ക് വേണം. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, ബൈ ബൈ.